തൃശ്ശൂര് കടികളെ എങ്ങനെയുണ്ടായിട്ടും വെറൈറ്റി അല്ലേ? എല്ലാവർക്കും അറിയാത്ത എന്നാൽ കുറെ പേർക്ക് അറിയുന്ന വാഹന ഇൻഷുറൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ മിഡിൽ മാൻ ഡീൽസ്. ഓരോരുത്തർക്കും സ്വന്തം വാഹനത്തിന്റെ ഇൻഷുറൻസ് പുതുക്കുമ്പോഴാണ് ഇൻഷുറൻസ് പോളിസിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത്. മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ വാഹന ഇൻഷുറൻസ് 3 തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. തേർഡ് പാർട്ടി ഇൻഷുറൻസ്, ഫുൾ കവർ ഇൻഷുറൻസ്, പിന്നെ ടോപ്പ് ആൻഡ് വൺ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സ്റ്റാർട്ടിംഗ് പോളിസിയായ തേർഡ് പാർട്ടി ഇൻഷുറൻസിനെ കുറിച്ചാണ്. മോട്ടോർ വാഹന നിയമപ്രകാരം ഒരു വാഹനം ഏതുമാകട്ടെ ആ വാഹനം റോഡിലൂടെ ഉപയോഗിക്കുവാൻ ഗവൺമെന്റ് റൂൾ പ്രകാരം തേർഡ് പാർട്ടി ഇൻഷുറൻസ് അനിവാര്യമാണ്. ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്നതിലൂടെ ഒരു അപകടം ഉണ്ടായാൽ വാഹനത്തിനോ അത് ഓടിച്ചിരുന്ന ഉടമയ്ക്കോ ക്ലെയിം ലഭിക്കുന്നതിനുപരി ആ വാഹനം കൊണ്ടുണ്ടായ മറ്റു അപകടങ്ങളെ നിയമപരമായി നേരിടുന്നതിനാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉപയോഗിക്കുന്നത്. അതുപോലെ വാഹനാപകടത്തിൽ ഉടമസ്ഥൻ മരിക്കുകയോ പെർമനന്റ്ലി ഡിസബിലിറ്റി ആയാലോ തേർഡ് പാർട്ടി പോളിസി പ്രകാരം ക്ലെയിമിന് അപേക്ഷിക്കാവുന്നതാണ്. ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുന്നത് മൂലം ആ വാഹനം ലോൺ സൗകര്യത്തിനോ കേടുപാടുകൾ തീർക്കുന്നതിനോ തേർഡ് പാർട്ടി പോളിസി പ്രകാരം ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. ഏതൊരു പുതിയ വാഹനം എടുക്കുമ്പോഴും ആദ്യ വർഷം മാത്രമാണ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക. 2ാം വർഷം മുതൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസി ആയിരിക്കും. പുതുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തൊരു വീഡിയോയിൽ ഫുൾ കവർ ഇൻഷുറൻസ് ആൻഡ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിനെ കുറിച്ച് കൂടുതൽ പറയുന്നതാണ്. 10 വർഷം മുകളിലുള്ള വാഹനങ്ങൾക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തിരിക്കേണ്ടതാണ്. നിങ്ങളുടെ ഏതൊരു വാഹനത്തിന്റെയും ഇൻഷുറൻസ് പുതുക്കുന്നതിനും പുതിയത് എടുക്കുന്നതിനും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മിഡിൽ മാൻ ഡീൽസ്.